റാംബോ വോക്ക് ചെയ്യാൻ പോവാണേ. ആ നടക്കുക. ആ ഇങ്ങനെ ഇങ്ങനെയാണോ? എന്നിട്ട് ഇങ്ങനെ നിക്കണോ? ശ്യാമേ ഞാൻ കൊടുക്കട്ടെ. കാക്ക വീണ്ടും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. അയ്യോ കാക്കയുടെ മുട്ടയൊക്കെ എവിടെ പോയി? എക്സ്ക്യൂസ് മീ പപ്പ മമ്മി, ഞാൻ കൊണ്ടുപോവാണേ. കാറിലിരുന്നോളാം. പോവാ, നമുക്ക് ഡ്രസ് ഒതുക്കി വെച്ചോളൂ. എന്താ ക്രിസ്മസിന് മണിയടിക്കുന്ന പപ്പാനി ആദ്യമായിട്ടായിരിക്കും. ഹായ് ഹായ്. ഹലോ ഗായ്സ്, നമ്മൾ കാത്തിരുന്ന ലക്ഷ്മി നക്ഷത്രം വന്നിരിക്കുകയാണ്. ഹാപ്പി ആയോ? അവള് മിടുക്കി കുട്ടിയല്ലേ, നമ്മുടെ മാലാക കുട്ടിയല്ലേ, കണ്ണു നിറയേണ്ട ആവശ്യമില്ല ഇന്നത്തെ ക്രിസ്മസ് ആയിട്ട്. ഓക്കെ, പക്ഷെ കൂർക്കൻ ചെരിപ്പോണെങ്കിൽ ഉടുപ്പിടണം. ഉടുപ്പിട്ടിട്ട് വരട്ടെ. ഉടുപ്പിട്ടിട്ട് വന്നോളൂ. ഒരു കടി കടിച്ചിട്ട് ഇവിടുന്ന് ഒരു കഷ്ണം എടുക്കട്ടെ. എനിക്കറിയാവുന്ന. ശരി, അപ്പൊ നിങ്ങള് മ്യൂസിക് ഇട്ടിട്ട് റാംബോ വോക്ക് ചെയ്യാൻ പോവാണ്. എനിക്കറിയില്ല ചെയ്യാൻ. എങ്ങനെ ചെയ്യണ്ടേ? ബാക്കിൽ നിക്കുക. എങ്ങനെ കാണിക്കൂ, ഞാൻ ചെയ്ത് പഠിക്കട്ടെ. എങ്ങനെ ചെയ്യണം? നടക്കൂ, നടന്ന് കാണിക്കൂ, ഞാൻ പഠിക്കട്ടെ. നടക്കുക. ഇങ്ങനെ ഇങ്ങനെയാണോ നിക്കുക? അയ്യോ എങ്ങനെയാ? ഇങ്ങനെ ഇങ്ങനെയാണോ? എന്നിട്ട് ഇങ്ങനെ നിക്കണോ? ഞാൻ ഇങ്ങനെ ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ നിക്ക. എന്നിട്ട് ഇങ്ങനെയൊക്കെ. അങ്ങനെ പാടില്ല. അങ്ങനെയല്ല, ഇങ്ങനെ. ഗൈസ്, അപ്പൊ എനിക്ക് വേണ്ട ട്രെയിനിങ് ക്രാഷ് കോഴ്സ് പോലെ ഞാനൊരു 10 സെക്കൻഡ് മുന്നേ പഠിച്ചിട്ടുണ്ട് റാംബോ വോക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, Jingle bells, jingle bells, jingle all the ways. Oh, fun it is to ride. One was തിരിഞ്ഞേ. ഞാൻ തിരിയണം. One was open stay. എല്ലാവരുടെടുത്തും കുറച്ചും കൂടെ നേരം വെക്കാൻ. അയ്യോ, അപ്പൊ എല്ലാവരുടെടുത്തും ഞങ്ങളുടെ ക്രിസ്മസ് കഴിഞ്ഞു എന്നറിയാം. എന്നാൽ പോലും ഈ ഒരു വീഡിയോ ഇന്ന് ശരിക്കും ഇവിടെ ക്രിസ്മസ് ആണ്, പക്ഷെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്കറിയാം ന്യൂ ഇയർ ആയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോ
ഹാപ്പി ക്രിസ്മസ് ടു യു ബിലേറ്റഡ് ആൻഡ് അതിലുപരി നല്ലൊരു വർഷമാവട്ടെ. അപ്പോൾ ഈ ഒരു വർഷവും ഇനിയുള്ള എല്ലാ വർഷവും നമ്മുടെ ആനിനും അതുപോലെ തന്നെ ഇതുപോലുള്ള മക്കൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുകയാണ്. ഒപ്പം ആനിന്റെ അച്ഛനമ്മ അതുപോലെ തന്നെ ബ്രദർ ഒരു രക്ഷയില്ല കേട്ടോ, നിങ്ങൾ ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഇനി നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പാടിയിട്ട് നമുക്ക് കേക്ക് കട്ടിയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ആൻകുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മ ഹെൽപ്പ് ചെയ്യും. വേണ്ട, ഞാൻ തന്നെ ചെയ്യും. അപ്പക്ക് എന്താ കുറുക്കഞ്ചേരിക്കാണ്, ഞാൻ കുറുക്കഞ്ചേരിയായി. അപ്പൊ ചേച്ചി തരട്ടെ ആദ്യം, അല്ല കുറുക്കഞ്ചേരി തരട്ടെ ആദ്യം. സ്വാദുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ, ഇഷ്ടായോ? താങ്ക് യു. ടേസ്റ്റ് അതിവിടെ എന്താ കാണിച്ചു കൊടുക്കാനുള്ളത് ചേച്ചിക്ക്? പാപ്പു മതി. എന്താ പശു? പശു ഉണ്ട്. ദേവു എന്താ പേര്? പശുവിന്റെ പേര് പറഞ്ഞു. പാപ്പു. ഇതുവരെ പാപ്പുവിന്റെ പേര് അല്ല, ഇതുവരെ പശുവിന്റെ പേര് ദേവു എന്നായിരുന്നു. ഞാൻ വന്നതിന് ശേഷം സ്പോട്ടിൽ പേര് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടിയുടെ പേരിട്ടു പാപ്പു. ദേവു അല്ലേ അത്? ദേവു അല്ലേ അത്? പാപ്പു ആണോ? ദേവു പാപ്പു. കുറുക്കഞ്ചേരിയില് പാപ്പുണ്ട്. അച്ചോടാ, അവൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോട്ടെ. ഇവിടെ ദേവു ഉണ്ട്. ദേവു മറ്റുള്ള പേരെന്താ? പൊന്നൂസ്. പിന്നെ ദേ കൊറേ കോഴിക്കുട്ടിയുണ്ട്, താറാവുണ്ട്, ഗിനിക്കോഴിയുണ്ട്, പ്രാവുണ്ട്. കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം നോക്കാൻ. ഇവരൊക്കെ ഫ്രണ്ട്സാ? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? സിറിൽ എന്നാണ് ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്. ആഹാ, ഓക്കെ. അപ്പൊ സിറിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ സിറിലിന് ഒരു ഹായ് കൊടുത്തോളൂ. ഹായ് സിറിൽ. നേരത്തെ ഞാനൊരു ഉമ്മ വെച്ചിട്ട് തന്നില്ല. സിറിലിന് ഹായ് സിറിൽ മാന്ന്. ഓക്കെ, അപ്പൊ സിറിലിന് ഹായ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. കുട്ടിക്ക് ആംഗിള് വെക്കണമെന്നൊന്നും പിടിക്കണില്ല, ക്യാമറ അപ്പുറത്ത് പോയി നിൽക്കാൻ. ഞാൻ ഊണ് കഴിക്കണില്ല, ഞാൻ പോവാ. നിർബന്ധിക്കാണോ കുട്ടി? മാമുണ്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? മുത്തല്ലേന്നാ എന്നെ സോപ്പിടാണ് കേട്ടോ. മുത്തല്ലേ, മാമുണ്ടിട്ട് പോയാ മതിന്ന്. പിന്നെ വന്ന് മാമുണ്ട. മുത്താണെങ്കിൽ ഇരിക്കാം. മുത്താണല്ലോ. എന്നാ എന്റെ മുത്താണെങ്കിൽ ഇവിടെ ഇരിക്കൂ, അല്ലെങ്കിൽ കുട്ടി ഇവിടെ ഇരിക്കൂ. കുട്ടി ഇവിടെ ഇരിക്കൂ. എന്റെ മുത്താണോ? അപ്പൊ മുത്തും കൂടി ഇനി മാമുണ്ണാൻ പോവാണേ. ക്രിസ്മസ് സ്പെഷ്യൽ മാമുണ്ണാൻ പോവാ ഞങ്ങൾ കേട്ടോ. എന്തൊക്കെയാണല്ലേ മാമു? ചോറ്, മീമി. എന്താ ചിക്കൻ അല്ല, ഫീഫ. അത് ബീഫ്. ഇതറിയില്ല. കുട്ടിക്ക് ചേച്ചി ഏറ്റവും ആദ്യം ഇട്ട് തരാം. വിളമ്പിത്തരാം. കുട്ടി കഴിക്കില്ലേ? ശ്യാമേ, ഞാൻ കൊടുക്കട്ടെ? ചേച്ചി പറഞ്ഞത് കേട്ടോ?
അറിഞ്ഞോ ഞാൻ കൂർക്കഞ്ചേരി ഇന്ദിര ചേച്ചി ഇന്ന് വേഗം വീട്ടിൽ പൊക്കോളൂ. കുട്ടി കൂർക്കഞ്ചേരി പോവാട്ടാ. എത്ര വർഷമായി ചേച്ചി ഇവിടെ? 8 വർഷമായി. 8 വർഷമായോ? കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. നമ്മളാണ് ചേച്ചി വിട്ടിട്ടാ ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ ബൈ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പണി ചെയ്യണ്ട, പോയിക്കോളൂ. കൂർക്കഞ്ചേരി പണി ചെയ്തോ, കുഴപ്പമില്ല. ഹലോ കഴിക്കൂ അങ്ങട്. ഇതുണ്ടോ ചേച്ചിയുടെ കഴിഞ്ഞു, അപ്പയുടെ കഴിഞ്ഞു, അമ്മയുടെ കഴിഞ്ഞു, ശ്യാമിന്റെ കഴിഞ്ഞു. നമുക്ക് പൂച്ചയാണ്. ഞാൻ കണ്ണടച്ചിരിക്കൂട്ടാ. അങ്ങനെയല്ല ഇത് ഇങ്ങനെ കാക്ക. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കണ്ണടയ്ക്കാം കേട്ടോ. നിങ്ങള് കാക്കയാണോ മുട്ടെടുത്ത് കൊണ്ടുപോണ കളി കളിക്കാൻ? സോറി, എന്റെ അമ്മ പൂച്ചയുടെ പാപ്പുവിന്റെ അടുത്ത് ഞാനിങ്ങനെ കളിക്കും ട്ടാ. ഓക്കെ, അപ്പൊ കാക്കി ഇങ്ങനെ ഒരു മുട്ടയിട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നേ. കണ്ണു തുറക്കട്ടെ. കണ്ണുറക്കാറായ അയ്യോ എടാ ശ്യാമേ കള്ളാ. അപ്പൊ വീണ്ടും കാക്ക ഉറങ്ങാൻ പോവാട്ടാ. പോവാണേ. കാക്ക വീണ്ടും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. കാക്ക ഇപ്പൊ ഒരു മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മുട്ടയില് 1 മുട്ട ബാക്കിയുണ്ട്. അപ്പൊ കാക്ക ഇങ്ങനെ പെട്ടെന്ന് ഉറക്കണീറ്റിട്ട് ഇങ്ങനെ കണ്ണു തുറക്കുമ്പോ കാക്ക ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കട്ടെ. കാക്കയുടെ ഉറക്കം മാറട്ടെ. ഓക്കെ, കാക്കയുടെ ഉറക്കം മാറുകയാണേ. അയ്യോ കാക്കയുടെ മുട്ടയൊക്കെ എവിടെ പോയി? ശ്യാമിനെ ക്യാമറ വെച്ചേ. ശ്യാമിന് ഭയങ്കര കള്ളത്തരം. എന്താടാ ശ്യാമേ? ശ്യാമ കഴിച്ചോ അത്? കാക്ക ഒന്നും കൂടെ ഉറങ്ങാം. കാക്കയുടെ ഉറക്കം മാറ്റട്ടെ. കാക്കയ്ക്ക് ഉറക്കം മതിയായി. കാക്ക കണ്ണുറക്കട്ടെ. അയ്യോ കാക്കയുടെ മുട്ട എവിടെ പോയി? എന്തായാലും സംഗതി സക്സസ് ആണ്. ഞങ്ങളുടെ മാമു ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി കൈ കഴുകട്ടെ ട്ടാ. അങ്ങനെ ഞങ്ങളിതേ വയറിങ്ങനെ പൊട്ടാറായി. എന്തായി? വെറുതെ പറയാന്ന്. അപ്പൊ ഞങ്ങളിതേ മാമു കുണ്ടു ചോറ്. ഇത് ബിഗ്ഗളാണ്. അല്ല ബിരിയാണി എന്നല്ലേ പറഞ്ഞേ? അപ്പൊ എന്താ പറയാ, ഞങ്ങളതേ ചോറുണ്ടു. ഇരിക്കമ്മേ. പപ്പ യെസ്, ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഇനി ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് പറഞ്ഞാ മിക്കതും സീനാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോ കുറുക്കഞ്ചേരിയിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റെ പെട്ടി എടുത്തിട്ട് ഇന്ന് ഇങ്ങോട്ട് വരും. ഇതാണ് എന്റെ പ്ലാൻ. എന്നെ ഏത് റൂമിലൊക്കെ എടുത്തുക? നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചാണോ കിടക്കുക? എങ്ങനെ കിടക്കുക? കെട്ടി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് കിടക്കാൻ പോണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ പോവാ. കുറുക്കഞ്ചേരി പോയിട്ട് ഞാൻ തിരിച്ചു വരും കേട്ടാ. ഇനി എന്താ ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം? ഇനിയിപ്പോ 2 കാര്യം പറഞ്ഞിരിക്കുന്നത്, ഒന്ന് സ്റ്റാർ മാജിക്കിൽ അഭിനയിക്കുക, അതൊരു ഡ്രീമാണ്. കാരണം എല്ലാ ആൾക്കാരെയും അറിയാം അതില്ലേ. അപ്പൊ അവരെ കാണണം എന്നുള്ളതാണ്. പിന്നെ ചാട്ടവാറ കൊണ്ട് ഒരു അടി കൊടുക്കണം എല്ലാവർക്കും. ചാട്ടവാറ കൊണ്ട് ആരെ അടിക്കണ്ടേ? ശരിയാ, അസീസ്ക്കാണ് ചാട്ടവാറടി വേണ്ടത്. അസീസ്ക എല്ലാവരും ഇങ്ങനെ അടിക്കൂല്ലേ?
താരൂനും അടി കൊടുക്കണം, അസീസ്ക്കും അടി കൊടുക്കണം. അതാണ് കുട്ടിയുടെ ഇനി ലൈഫിൽ ഒരു അംബീഷൻ എന്ന് പറയണേ. അപ്പൊ എന്റെ സ്റ്റാർ മാജിക് ഇപ്പൊ ലൈക്ക് നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഒരു ബ്രേക്കിലാണ്. നമ്മള് പുതിയ ഷോ ആയിട്ട് ലൈക്ക് സീ കേരളത്തിൽ വന്നിരിക്കുക. നോക്കാം, ഇപ്പം സനമോള് സ്റ്റാർ മാജിക്കിൽ വന്ന പോലെ ഇവളുടെ ഇതൊക്കെ കണ്ട് ചിലപ്പം ഈ ഒരു ചാനൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് ചാനൽസ് ആയിരിക്കും. കാരണം അത്രയും ഒരു ജെം ഓഫ് ടാലന്റ് ഉള്ള ഒരു മോളാ. അപ്പോ ആസ് പാരൻസ് എന്താ പറയാനുള്ളത്? കാരണം ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പലരെയും കാണാറുണ്ട്. ഇത്തരത്തിലുള്ള മക്കളുള്ള പാരൻസിൻ്റെ അടുത്ത് ഞാൻ പറയാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇത്തരത്തിലുള്ള മക്കളെ കൂടുതലും ലൈക്ക് മാക്സിമം എക്സ്പോഷർ കൊടുക്കണം, അവരെ വീടിൻ്റെ ഉള്ളിൽ ഒതുക്കാതെ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇപ്പോൾ ഇതാ നിങ്ങളത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ എന്താണ് പറയാനുള്ളത് എല്ലാവരുടെ അടുത്തും? നമ്മുടെ ഒപ്പം എല്ലായിടത്തും കൊണ്ടുപോകണം. ഇവരെ സോഷ്യലൈസേഷൻ സമൂഹത്തിലേക്ക് ഇവരെ ഇറക്കി വിടണം. അപ്പോഴാണ് ഇവരിൽ നിന്ന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കൾക്ക് ദേ ആർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്. അവർക്ക് കഴിവുണ്ട്, ഏത് കുട്ടിക്കും. ആ കഴിവ് കണ്ടെത്തുക എന്നുള്ളതാണ് പാരൻസിൻ്റെ ഒരു വലിയ ഡ്യൂട്ടി. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് ഡെഫിനറ്റായിട്ടൊരു ലൈഫ് ഉണ്ടാവും. നമ്മൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതെല്ലാം നമ്മൾ ഇപ്പം മുകളിലൂടെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുമോ. 5 സ്റ്റേറ്റിലാണ് കേട്ടോ ഇതിനോടകം ഈ 14 വയസ്സിൽ ഇവള് പോയി കഴിഞ്ഞത്. അപ്പോ ഇന്നത്തെ ഈ ഒരു ദിവസം ഇപ്പൊ എന്താ തോന്നണേ? ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ 1.5 വർഷത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് പൂവണിഞ്ഞു പറയുന്നത്. അത്രയും സന്തോഷമായിട്ട് നമ്മൾ ആദ്യമൊക്കെ നമ്മള് കുറെ അന്വേഷിച്ചു. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞാൽ എന്തായാലും അവാർഡ് കിട്ടിയതിന്റെ പേര് നമുക്ക് ലക്ഷ്മി നക്ഷത്ര ചേച്ചിനെ കാണിച്ചു തരാട്ടോ. പിന്നെ എല്ലാവരും വരുന്നവർ അതിനെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് എങ്ങനെ അത് എത്തും? പിന്നെ ഇപ്പൊ ലക്ഷ്മി വന്ന് പറഞ്ഞാണ് കുറെ പേര് വിളിച്ചിരുന്നു മോളെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോ. അപ്പോൾ എല്ലാം സന്തോഷം. എന്തായാലും ഈശ്വരനോട് നന്ദി പറയണം ഇങ്ങനെ ഒരു ദിവസം. അതും ഏറ്റവും സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിന്റെ ഒരു ദിവസം തന്നെ ശരിക്കും ഒരു സാന്താക്ലോസ് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നത് പോലെ തന്നെയാണ് അല്ലേ? അതും ചേച്ചി സാന്താക്ലോസ് ആയിട്ട് തന്നെ വന്നു അല്ലേ? അതും നമുക്ക് സർപ്രൈസ് ആയി. ഞാൻ എന്താ പറയാ, ഭയങ്കര ഒരു നല്ലൊരു സർപ്രൈസ് ആയി അല്ലേ? എന്നെ കുറച്ച് കഴിയുമ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു, അന്നെ അല്ലേ ഇതുണ്ടോ സംശയം, നക്ഷത്ര ഇതുണ്ടോ, ടാറ്റു ഉണ്ടോ അല്ലേ? ഞാനൊരു എന്തത് റിയാലിറ്റി ആണോ? എന്തായാലും സംശയം. എന്താ പറയാ, പപ്പയടുത്തും കൂടെ ചോദിക്കട്ടെ. പപ്പേ എന്താ പറയാനുള്ളത്? ഇത്രയും തിരക്കിന്റെ ഇടയില് ഇവിടേക്ക് മോളെ കാണാനും ഇതുപോലെ വീട് സന്ദർശിക്കാനും ഉള്ള ഒരു മനോഭാവം, അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാമിലി എക്സ്ട്രാ ഒരു താങ്ക്സും വേണ്ട കേട്ടോ. എന്റെ അച്ഛനും അമ്മയെ പോലെ എന്റെ അടുത്ത് താങ്ക്സ് പറയേണ്ട ആവശ്യം എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ ഫാമിലി എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ പറയാറ്. എനിക്കിങ്ങനെ കൂട്ടായിട്ട് ഇങ്ങനെ കുറേ മക്കളുണ്ട്. എനിക്ക് അവരൊക്കെ ചേർത്ത് പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദൈവാനുഗ്രഹം എനിക്ക് എന്റെ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എപ്പോഴും പറയണ പോലെ ഇത്തരത്തിലുള്ള മക്കൾക്ക് എന്താ പറയാ, അവരുടെ ഫാമിലിയുടെ ഒരു പാർട്ടായ രീതിയല്ല എന്നെ കാണാറുള്ളത്. ഒരുപാട് സന്തോഷം. ആൻഡ് എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ക്രിസ്മസ് എന്താ പറയാ, നമ്മളെക്കാൾ ഭയങ്കര ഉയരത്തിലുള്ള ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു മോളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. എനിക്കും ഭയങ്കര ഒരു താങ്ക് യു ഉണ്ട് കേട്ടോ. ഹാപ്പി ആയോ? ഇനി ഞാൻ പറയൂ, ചേച്ചി വന്നപ്പോ സന്തോഷായോ? കുറുക്കഞ്ചേരി വന്നപ്പോ ഇനി എന്നാ കാണാ? വേണ്ട അപ്പളേ നമുക്കിനി കാണാട്ടോ. ഞാൻ എല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ കുട്ടിക്ക്. അനുചേച്ചിയേം തങ്കുനേം ഷിയാസിനെയും നോബ് ചേട്ടനെയും ഡയാന എല്ലാരെയും കാണിച്ചു തരാം കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂഡ് ഓഫ് ആവണ്ടോ എന്നൊരു ശരി. നമ്മളപ്പം ജിൽ 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 എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ശരി, ഓക്കെ. അപ്പൊ ശരി, അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ആശാമേ, നീ നിന്റെ കൂടെ ഫോട്ടോ എടുക്കണം. വന്നേ. ആദ്യമായിട്ട് ഒരാള് ശ്യാമിന്റെ കൂടെ ഫോട്ടോ എടുക്കണം. കുറുക്കഞ്ചേരി വായോ? കുറുക്കഞ്ചേരി വായോ?
കുറുക്കഞ്ചേരി. അല്ല നമ്മളങ്ങനെയാ വരുന്നത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അമ്മമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ ഇന്ന്. അവിടെ കേക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ പെട്ടിയെടുത്തിട്ട് അല്ലെങ്കിൽ അവിടേക്ക് വന്നാ മതി. അമ്മാമ്മയുടെ അവിടെ വന്നാ മതി. അവിടെ വരും. വേഗം വരാം കേട്ടോ. 10 minutes. 10 minutes. പെട്ടിയെടുത്തിട്ട് വരാം. കരഞ്ഞാ ഞാൻ വരില്ല കേട്ടോ, കരഞ്ഞാ ഞാൻ വരില്ല. അപ്പൊ ഓക്കെ, ഞാൻ പെട്ടിയെടുത്തിട്ട് 10 വരെ എണ്ണണം. 1 2 3 വേഗം കണ്ണടിച്ച് 10 വരെ എണ്ണുമ്പോൾ പെട്ടെടുത്തിട്ട് പോകണം. 10 വരെ എണ്ണുവോ? എണ്ണി തുടങ്ങിക്കോളൂ, ഞാൻ പെട്ടിയെടുത്തിട്ട് വരാം കുറുക്കഞ്ചേരിന്ന്. പെട്ടെടുത്ത് വന്നിട്ടേ ഞാൻ ആ കാറിൽ വരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്റെ പിന്നാലെ പോരെ. അത് ശരിയാ. നമ്മുടെ സെയിം ആണല്ലോ. നമ്മൾക്ക് ഈ കാറില് അല്ല, ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്താലാണല്ലോ ഈ വണ്ടി പോവുള്ളൂ. അപ്പൊ വണ്ടി തുറക്കൂ, വരും. എന്നിട്ട് നമുക്ക് ബാക്കിലെ വണ്ടി എടുക്കണം കേട്ടോ ആദ്യം. ഇതിലല്ലേ? അല്ലല്ല, അതില് നമുക്ക് പോവാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് വഴി അറിയില്ല, അതല്ല പ്രശ്നം. ഞങ്ങള് 1 2 3 4 5 6 7 8 പേരില്ലേ? എല്ലാരും കൂടെ ഒരു കാറിൽ കൊള്ളില്ല. വണ്ടി എടുത്തിട്ട് വരാം. ഇവർക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിയില്ലേ? ഷാമിന് മാത്രം വണ്ടി അല്ല, നമുക്കൊരു എന്റെ വീട്ടിൽ പോകുമ്പോ നമുക്ക് 2 കാറിൽ പോവാം. ഏത് ഈ കാറിൽ ഓടിക്കാൻ അറിയില്ലല്ലോ. ശരി, ഒരു കാര്യം ചെയ്യട്ടെ, ശ്യാമ വണ്ടി പിന്നോട്ട് എടുക്കട്ടെ. വണ്ടി തിരിച്ചിട്ട് വരാം. വണ്ടി ബാക്ക് നല്ല ഈ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ഈ വണ്ടി ബാക്ക് എടുത്താൽ ആ വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. തിരിച്ചിട്ട് കയറാം. തിരിച്ചിട്ട് അങ്ങനെ കാർ തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങള് നോക്കിക്കോളാം. ഞാൻ കുറുക്കഞ്ചേരി കൊണ്ടുപോകും. അച്ഛനും അമ്മയും കരയുന്നു. അതെ, നമുക്കേ വണ്ടി എടുത്തോ, വണ്ടി വേഗം ബാക്ക് എടുത്തു തിരിച്ചിട്ട് എന്നിട്ട് അമ്മ പറഞ്ഞേ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ടൈം എത്രേ? ഒരു മിനിറ്റ്, ഞാൻ പറയാം പ്ലീസ്. ഓക്കെ, ഇപ്പൊ സമയം 3 മണി. ഇപ്പൊ എത്ര മണി? 3 മണി. 10 minutesല് ഞാൻ കൂർക്കഞ്ചേരിയിലേക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ പെട്ടി എടുക്കും. അവിടെ ഇരിക്കണം പച്ചപ്പെട്ടി പോലെ. എനിക്ക് ഇന്ന് രാത്രി ഇടാൻ ഡ്രസ് ഉണ്ട് അവിടെ? ഉണ്ടാ? ഡ്രസ് ഉണ്ട് അവിടെ? ഉണ്ട് അവിടെ? അതെ, അച്ഛനും അമ്മയ്ക്കും വിരോധമില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോവാ. അതെ, ഇന്ന് അമ്മമ്മയുടെ ബർത്ത്ഡേയാ. കേക്ക് കട്ടിയിട്ട് നമുക്കൊരു റൗണ്ട് അടിച്ചിട്ട് വന്നാലോ? ഓക്കെ, ഞങ്ങൾ ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം കേട്ടോ. ഫ്രണ്ടിലിരുന്നോ, മാറ്റി ബാഗൊക്കെ മാറ്റി. ബാ, ചേച്ചി ഇരുത്തി തരാം, വരും. എക്സ്ക്യൂസ് മീ പപ്പ മമ്മി, ഞാൻ കൊണ്ടുപോവാണ്. ചാച്ച എടുത്തോളൂ. കാറിലിരുന്നോളാം. അയ്യോ അയ്യോ അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഞാൻ ഓടിച്ചോളാം. കേറിക്കോളൂ. പോവാ, നമുക്ക് ഡ്രസ് ഒതുക്കി വെച്ചോളൂ. ഓക്കെ ഗൈസ്, പ്ലാന് ചീറ്റിയിരിക്കുകയാണ്. ഇനി അച്ഛനും അമ്മയും കണ്ടുപിടിക്കട്ടെ. ഞാൻ ഈ വണ്ടി കുറുക്കഞ്ചേരി കൊണ്ടുപോകും. അപ്പൊ ഞാനൊരു ക്രിസ്മസ് സമ്മാനമായിട്ട് വന്നു, ഇനി തിരിച്ചൊരു ക്രിസ്മസ് സമ്മാനമായിട്ട് പോവാ. ബൈ. തിരിച്ചു വന്നിട്ട് നിങ്ങൾ വേഗം കേക്ക് കട്ട് ചെയ്തിട്ട് റെഡി ആയിട്ടിരിക്കോ, എന്നിട്ട് കുറുക്കഞ്ചേരിയിലേക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, നമുക്കൊന്ന് വണ്ടി ഓടിച്ചിട്ടേ അറ്റം വരെ പോയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് വരുമോ?
പപ്പയെ ഞങ്ങള് പോവാണേ, പറഞ്ഞോളൂ. പോവാണ്. കൊച്ചി പോവാ, കുറുക്കഞ്ചേരി മാറിയാ. അമ്മയെ കൊണ്ടോണോ? അമ്മയെ കൊണ്ടോണോ? വേണല്ലേ? ഓക്കെ ഓക്കെ, ആ കുഴപ്പമില്ല. നമ്മുടെ ഇതിലേക്ക് വിളിച്ചാലും മതി. ഓക്കെ, എന്നാ പോയാലോ? എന്താ കുറുക്കഞ്ചേരി? അവരെടുത്തില്ലേ? ആ കുറുക്കഞ്ചേരി വീട്ടിലേക്കാണ് നമ്മള് പോണേ. പക്ഷേ വീട് അമ്മ, ഓക്കെ, അമ്മ, പാപ്പു, അച്ഛൻ എല്ലാരെയും കാണണ്ടേ? കാണാം. പക്ഷെ കുട്ടീന്ന് അവിടെ നിക്കണം. അപ്പൊ ഡ്രസ് എടുക്കണം. പച്ച പെട്ടിയില് ഡ്രസ് എടുത്ത് വെച്ചിട്ട് വരും. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അത് മതി. എന്താന്നേ? ഞാനല്ലേ മൂത്തത്, ഞാൻ പറയണ കേക്കണം. അതൊക്കെ നിർത്തി, അതൊക്കെ തരാം. പക്ഷെ ഡ്രസ് എടുത്ത് വെക്കണം. കുറുക്കഞ്ചേരി ബാ, ഡ്രസ് റെഡി ആക്കിട്ട് വന്നേ. ആ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇല്ല, വരൂ വരൂ. പെട്ടി പാക്ക് ചെയ്യട്ടെ. ആ, നടന്നോളൂ, പെട്ടി പാക്ക് ചെയ്യാം. ബാ. എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം. എന്താ പറയാ, അങ്ങനെയല്ല. എന്തായാലും അവര് കുറുക്കഞ്ചേരിയിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വിഷമം. ഇന്ന് അവർക്ക് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവരതിനു വേണ്ടി പോവാ. പക്ഷെ അവൾക്കത് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നാ പോട്ടെ. എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ഒരു ദിവസം എന്തായാലും വരണം കേട്ടോ വീട്ടിലേക്ക്. മമ്മിയുടെ അടുത്ത് പറഞ്ഞാൽ മതി. ആ ഡ്രസ്സ് വെച്ചോളൂ. ഡ്രസ് വെച്ചിട്ടുണ്ടോ? ശരി കേട്ടോ. അറിയോ, ഒരു ദിവസം എന്തായാലും വീട്ടിലേക്ക് വരണം കേട്ടോ. ശരി ശരി. അയ്യോ, കുറുക്കഞ്ചേരിന്ന് ഓളിട്ടോണ്ടിരിക്കുക. വേഗം വണ്ടി കയറാം. ഇവരുടെ അമ്മമ്മയുടെ ബർത്ത്ഡേയും കൂടെ അവര് കേക്ക് കട്ടിങ്ങിന് പോവാ. ശരി കേട്ടോ, കാണാം. അപ്പോൾ നന്നായിട്ട് പഠിക്കണേ. ശരി, വീട്ടിലേക്ക് വാ ഒരു ദിവസം. ശരി ശരി. പോയതിനു ശേഷം എന്താ ചെയ്യുന്നത് എനിക്കൊരു വീഡിയോ എടുത്ത് അയക്കണം കേട്ടോ. ഇനി വേണ്ട, മതി. കുറച്ച് ഡ്രസ്സല്ലേ വേണ്ടോ? എല്ലാം ആയിട്ടില്ലേ? അതിന് മതി. എടുത്തു വെച്ചോ, പെട്ടി പൂട്ടിക്കോ. ഓക്കെ, ഇനി എവിടേക്കാ യാത്ര? കുറുക്കഞ്ചേരി. എന്നാ വായോ. കുറുക്കഞ്ചേരിക്ക് പോവല്ലേ? ഓക്കെ. അമ്മേനെ കൊണ്ടുപോവോ? അമ്മേനെ കൊണ്ടുപോവോ? അമ്മ വേണ്ട.